സ്ഥലം MLA മഞ്ഞളാംകുഴി അലിക്കും തങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളപ്പോൾ വന്നതാണ്. 16 പേരുണ്ടായിരുന്നു പറയുന്നു, പക്ഷേ 13 പേരാണ് SP സ്ഥിരീകരിച്ചത്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞു വരണം. നമുക്ക് എത്തിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അന്ന് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നേ ഉള്ളൂ. വന്നിട്ട് ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് നോക്കിയിട്ട് അത് ഡോക്ടറിനോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും പറയാം. ഈ കുട്ടിക്ക് നിലവിൽ മറ്റു 3 പേരെക്കാൾ പരിക്ക് കുറവാണ്. അപ്പോൾ 3 ആളിനൊക്കെ കുറച്ച് കൂടുതൽ അടിയുണ്ട് പറഞ്ഞിട്ട് കോയമ്പത്തൂർ കൊണ്ടുപോയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. ഈ മാറ്റിയവരുടെ പേര് വിവരങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അറിയില്ല. KMC പ്രാദേശിക മുതലമടയിലുള്ള ആളാണ്. അവിടുന്ന് ഓടിയെത്തിയത് മഞ്ഞാംകുഴി അലീഖാന്റെ മണ്ഡലത്തുള്ള പാങ്ങുള്ള ഭാഗത്തുള്ളവരാണ്. പിന്നെ ബഷീർ തങ്ങളും വിളിച്ചിരുന്നു. അത് പറഞ്ഞിട്ടില്ല. എക്സ്റേ എടുത്തിട്ട് പറയാന്ന് പറഞ്ഞു. സൗണ്ട് ഒക്കെ വിടുന്നുണ്ട്, സംസാരിക്കണില്ല. തലയിൽ അടിയുണ്ട്. 11 വയസ്സും. അതറിയില്ല. ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് 3 പേരെ ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എന്തെങ്കിലും കുറച്ച് അടിയുണ്ടെന്നാ പറഞ്ഞത്. കുറച്ച് പരുക്കുണ്ട്. ഗുരുതരമാണ്. ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. പക്ഷെ ഡോക്ടറെ ചോദിച്ചാൽ കാര്യമായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കൂടുതൽ അറിയില്ല, അറിഞ്ഞിട്ട് പറയാം. ഈ മറ്റു നടപടികളെ കുറിച്ച് അവന്റെ നേതാക്കന്മാരെ ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാദേശികമായിട്ട് നമുക്ക് അറിയുന്നവരിന് പല ഭാഗത്തുനിന്ന് പോലീസിൽ അല്ല, ഞാനിവിടെ മുതലമടയുള്ളൂ, അടുത്തുള്ളതാണ്. അല്ല, ഇനിമേലാണ്. നമുക്ക് പറഞ്ഞ് 1 മണിക്കൂർ ആവണുള്ളൂ. അതിനുശേഷം നേതാക്കന്മാർ ബന്ധപ്പെട്ട് ഞങ്ങൾ ഓടി എത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് ഫുൾ ടൈം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ KMCC നേതാക്കന്മാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്റേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഫുൾ ഡേറ്റ് ഒന്നും കൂടി ഡോക്ടറെ സംസാരിച്ചിട്ട് അത് അറിയില്ല. ഇനി കോയമ്പത്തൂരിലേക്ക് മാറ്റുക എന്നുള്ളത് അറിയില്ല. കൂടുതൽ എന്തെങ്കിലും അടിയുണ്ടെങ്കിൽ സംസാരിച്ചില്ല. കൂടുതൽ അടിയുണ്ടെങ്കിൽ കോയമ്പത്തൂരിലേക്ക് മാറ്റും. അതിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഇപ്പോൾ ലൈനിൽ അവരുണ്ട്, അലീക്കുണ്ട്, സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒരു 10 മിനിറ്റ്. തീർച്ചയായും ശ്യാംലി, അതായത് ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടിയെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് കണ്ടത്. KMCCയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അതായത് മഞ്ഞളാംകുഴി അലി അടക്കമുള്ളവർ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് മുതലമടയിൽ നിന്നുള്ള KMCC പ്രവർത്തകർ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും 4 പേരെയാണ് പരിക്കുകൾ പറ്റി നിലവിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 9 പേർ മരണമടഞ്ഞു. അതിൽ 2 പേർ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മരിച്ചത് എന്നാണ് നിലവിൽ ഇവിടെ നിന്നും അറിയാൻ വേണ്ടി സാധിച്ചത്. 7 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2 പേർ ചികിത്സയിലിരിക്കെ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. നിലവിൽ 3 പേരെ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലേക്ക്, ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സാർത്ഥം മാറ്റിയിട്ടുണ്ട്. ഒരു കുട്ടിയെ മാത്രമാണ്, നിസാര പരിക്കേറ്റ ഒരു കുട്ടിയെയാണ് നിലവിൽ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആ കുട്ടിയെയാണ് ഇപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ ഒരു അപകടം തന്നെയാണ് പൊള്ളാച്ചി വാൽപ്പാറയിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 5:30യോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാവുന്നത്. വാഹനത്തിൻ്റെ ആ ദൃശ്യങ്ങൾ, അപകടത്തിൽപ്പെട്ട ദൃശ്യങ്ങളെല്ലാം കണ്ടാൽ തന്നെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. പ്രധാനമായും 40ഓളം വളവുകളുള്ള ഒരു പ്രദേശമാണ് പൊള്ളാച്ചിയിലെ, അതായത് പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വെച്ചാണ് ഒരു സ്കൂളിലെ 8ഓളം അധ്യാപകരടങ്ങുന്ന സംഘം മരിച്ചത്. തുടർന്ന് വലിയ ഗുരുതരമായി പരിക്കേറ്റവരെയെല്ലാം പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് ബാക്കി 2 പേർ മരണമടഞ്ഞത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കോയമ്പത്തൂർക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു. ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളുടെ ബന്ധുക്കൾ ആരോ കോയമ്പത്തൂർ പോയിട്ടുണ്ട്. എൻ്റെ പേര് സത്യനാഥൻ. അല്ല, ഞാൻ മലപ്പുറത്തായിരുന്നു. അല്ല, ഞാൻ പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണ്. പൊള്ളാച്ചി താമസിക്കുന്നത്. ഞാനൊരു 7 മണിക്കോടെ എത്തിയിട്ടുണ്ട്. ആരെയും നമുക്കറിയില്ല. ബോഡിയൊക്കെ പോയി നോക്കി, പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവിടെ 9 എണ്ണം ഉണ്ട്. 4 പേര് ചികിത്സയിലുണ്ട്. മാറ്റി. ഗുരുതരമാണ് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഉള്ള കുട്ടിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ആ ഡ്രൈവർ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ജെൻസ് ഉള്ളത്, ആളുകളുടെ രൂപമെല്ലാം കാണുമ്പോൾ ഉണ്ടോ കാണാൻ പറ്റിയിട്ടില്ല.
എന്തായാലും പൊള്ളാച്ചിയിലെ പ്രദേശവാസിയാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അവരും പറയുന്നത് 9 പേരാണ് മരിച്ചത് എന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പരിക്കേറ്റ ഒരു കുട്ടി മാത്രമാണ് പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലുള്ളത്. ആ കുട്ടിയാണ് അല്പസമയം മുൻപ് എക്സ്റേ എടുക്കാൻ വേണ്ടി പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോയത്. ആ ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം കുറച്ചു മുൻപേ കാണിച്ചിട്ടുള്ളത്. എന്തായാലും കേരളം ഒന്നാകെ വലിയ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ് തമിഴ്നാട് വാൽപ്പാറയിൽ ഉണ്ടായിട്ടുള്ള അപകടം. ആ അപകടത്തിലാണ് നിലവിൽ 9 പേർ മരിക്കുന്നു. അതിൽ 7 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അതിനുശേഷം 2 പേരെ ചികിത്സയിൽ എത്തിച്ചപ്പോഴാണ് ചികിത്സാർത്ഥ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരിച്ചത്. എന്തായാലും സ്കൂളിലെ അധ്യാപകരടക്കമുള്ളവർ, പ്രധാന അധ്യാപിക അടക്കമുള്ളവരാണ് മരിച്ചത്. വലിയ ഒരു ദാരുണമായ സംഭവം തന്നെയാണ് പൊള്ളാച്ചി വാൽപ്പാറയിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് വിനോദസഞ്ചാരത്തിനായി അവർ തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി, അതുപോലെ തന്നെ വാൽപ്പാറ, മലക്കപ്പാറ, വാൽപ്പാറ വഴി പൊള്ളാച്ചി വഴി തിരികെ മലപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അപകടത്തിൻ്റെ വ്യാപ്തി, അതായത് പൊള്ളാച്ചി വാൽപ്പാറയിലെ എയർപിൻ 13 നമ്പർ ഹെയർപിൻ വളവിൽ വെച്ചാണ് അപകടമുണ്ടാവുന്നത്. നേരെ 800 മീറ്ററോളം താഴേക്കാണ് ഈ വാഹനം പതിക്കുന്നത്. അത് ഏകദേശം 8ാമത്തെ ഹെയർപിൻ വളവിലാണ് അത്തരത്തിൽ വാഹനം പതിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ആ വാഹനം പതിച്ച ദൃശ്യങ്ങളടക്കം വന്നിരുന്നു. അതിൽ വാഹനം മുഴുവനായി തകർന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഏറെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് പൊള്ളാച്ചി വാൽപ്പാറയിൽ വെച്ച് ഇന്ന് വൈകിട്ട് 5:30 നടന്നിട്ടുള്ളത്. ശ്യാംലി.